ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 7th ചാപ്റ്ററായ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എന്നതിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സും ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി സോഷ്യൽ സയൻസിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 5 സോഷ്യൽ സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് പേജ് നമ്പർ 111 കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, നോക്കിക്കേ. ഹൗ കുഡ് ദ ഹാർട്ട് ബി ക്വിക്ക്ലി ട്രാൻസ്പോർട്ടഡ് ടു കൊച്ചി ഫ്രം ട്രിവാൻഡ്രം? കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തിലേക്ക് ഹാർട്ട് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ഇൻ എയർ ആംബുലൻസിലൂടെയാണ് അല്ലേ. ക്വസ്റ്റ്യൻ 2, ഇൻ വാട്ട് വേസ് വുഡ് ദ കോസ്റ്റൽ പീപ്പിൾ ഹാവ് ബീൻ അലേർട്ടഡ്? കോസ്റ്റൽ ഏരിയയിലുള്ള ആളുകൾ എങ്ങനെയാണ് അവിടെ സുനാമി വരുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലഡ് വരുന്നതോ ഒക്കെ അതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നത് എങ്ങനെയാണ്? ത്രൂ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സച്ച് ആസ് ന്യൂസ് പേപ്പർ, റേഡിയോ, ടെലിവിഷൻ, സോഷ്യൽ മീഡിയ എക്സെട്ര. റേഡിയോ, ന്യൂസ് പേപ്പർ, അതുപോലെ TV, പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയാസ് ഉണ്ടല്ലോ, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള അതിലൂടെയുള്ള മെസ്സേജസ് കൂടെയാണ് അവർ അതിനെക്കുറിച്ച് അവെയർ ആവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ വർ ദ ഫ്ലഡ് റിലീസ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റഡ് ക്വിക്ക്ലി? അതുപോലെ പ്രളയ ദുരിതാശ്വാസ മേഖലകളിലെ പ്രവർത്തനം പെട്ടെന്ന് സാധ്യമാവുന്നത് എങ്ങനെയാണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്. ഇനി നെക്സ്റ്റ് പേജിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. പേജ് നമ്പർ 112 ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ദിസ് ഈസ് എ പേജ് ഫ്രം നീനൂസ് പോസ്റ്റൽ സ്റ്റാമ്പ് ആൽബം. നീനുവിൻ്റെ പോസ്റ്റൽ സ്റ്റാമ്പ് ആൽബം കളക്ഷനിലെ ഒരു പിക്ചറാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. കുറച്ച് സ്റ്റാമ്പുകളാണ്. ദീസ് ആർ ദ സ്റ്റാമ്പ്സ് ഇഷ്യൂഡ് ബൈ ദ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓൺ ദ എവല്യൂഷൻ ഓഫ് ദ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓവർ ദ ഇയേഴ്സ്. വർഷങ്ങളായിട്ടുള്ള നമ്മളുടെ ട്രാൻസ്പോർട്ട് സിസ്റ്റം, അതായത് ഗതാഗത സംവിധാനങ്ങളുടെ ഡെവലപ്മെൻറ്റിലുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ സ്റ്റാമ്പുകളിലെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഫൈൻഡ് ഔട്ട് ദ വെഹിക്കിൾസ് ദാറ്റ് ആർ ഫീച്ചേർഡ് ഓൺ ദ സ്റ്റാമ്പ്സ്. ഈ സ്റ്റാമ്പിൽ കാണിച്ചിട്ടുള്ള വെഹിക്കിൾസ്, വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ചിത്രം നോക്കുക, അതൊരു പല്ലക്കാണ്. രണ്ടാമത്തേത് സ്കൂൾ റിക്ഷയാണ്. മൂന്നാമത്തേത് സൈക്കിൾ റിക്ഷ. നാലാമത്തേത് ബസ്. അഞ്ചാമത്തേത് ഡബിൾ ഡെക്കർ ബസ്, അതായത് ഇരുനില ബസ്. ആറാമത്തേത് കാറിൻ്റെ ഒരു പഴയ മോഡലാണ് കേട്ടോ. ഇനി ആ പേജിൽ തന്നെയുള്ള വേറൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഫോർ വാട്ട് പർപ്പസസ് ഡു ഹ്യൂമൻ യൂസ് വെഹിക്കിൾസ് ടുഡേ? ഇന്ന് മനുഷ്യർ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്? ഫോർ ട്രാവലിംഗ്, യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രാൻസ്പോർട്ട് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്, സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന്. എമർജൻസി സർവീസസ്, പെട്ടെന്നുള്ള സേവനങ്ങൾക്ക്. എൻ്റർടൈൻമെൻറ്റ്, വിനോദങ്ങൾക്ക്. കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, കൺസ്ട്രക്ഷൻ വർക്കുകൾക്ക്, അതായത് ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ, വീടിൻ്റെ കൺസ്ട്രക്ഷൻ, അതിനുള്ള ജോലികൾക്കൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ വേണ്ടി വരില്ലേ, അതൊക്കെ കൊണ്ടുപോകുന്നത് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് വഴിയാണ്. പിന്നെ അഗ്രികൾച്ചർ, കൃഷിക്ക് വേണ്ടി. അഡ്വഞ്ചർ എൻ്റർടൈൻമെൻറ്റ്, അഡ്വഞ്ചർ ആയിട്ടുള്ള നമ്മളുടെ സാഹസികമായിട്ടുള്ള വിനോദങ്ങൾക്ക് വേണ്ടി. വാർ, യുദ്ധങ്ങൾക്ക് വേണ്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മൈറ്റ് ഹ്യൂമൻസ് ഹാവ് മെറ്റ് ദീസ് നീഡ്സ് ബിഫോർ ദ ഇൻവെൻഷൻ ഓഫ് വെഹിക്കിൾസ്? വാഹനങ്ങളുടെ കണ്ടുപിടുത്തത്തിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യരെങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്, നിർവഹിച്ചിരുന്നത്? ഓൺ ഫുട്ട്, കാൽനടയായിട്ട്. ബൈ ക്യാരിയിങ് ഓൺ ദ ഹെഡ്, തലച്ചുമടായിട്ട്. യൂസിങ് ആനിമൽസ്, മൃഗങ്ങളെ യൂസ് ചെയ്തുകൊണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് വർ ദ ലിമിറ്റേഷൻസ് ഓഫ് ദീസ് മെത്തേഡ്സ്? അപ്പോൾ ഈ പറഞ്ഞ പോലെ മനുഷ്യർ തലച്ചുമടായി കൊണ്ടുപോകുമ്പോഴും ആനിമൽസിൻ്റെ പുറത്ത് വെച്ച് കൊണ്ടുപോകുമ്പോഴൊക്കെയുള്ള ലിമിറ്റേഷൻസ്, പരിമിതികൾ എന്തൊക്കെയായിരുന്നു? ദ ഗ്രോയിങ് ഡിമാൻഡ് കുഡ് നോട്ട് ബി മെറ്റ്, വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റാൻ കഴിഞ്ഞിരുന്നില്ല. ഹ്യൂമൻ എഫേർട്ട് വാസ് ഹൈ, മനുഷ്യ അധ്വാനം കൂടുതലായിരുന്നു. ദർ വാസ് എ ഡിലേ, താമസം നേരിടേണ്ടി വന്നിരുന്നു. ദ ജേർണി വർ ഡിഫിക്കൾട്ട്, യാത്ര എന്തായിരുന്നു? ഡിഫിക്കൾട്ടായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇമേജസ് ഗിവൺ ഷോ ഹൗ വീൽസ് വർ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ദ പാസ്റ്റ്. നമുക്കവിടെ താഴെ കുറച്ച് ഇമേജസ് തന്നിട്ടുണ്ട്. അതെന്താണ്? ആദ്യകാലത്തുള്ള ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയായിരുന്നു എന്ന് കാണിക്കുന്ന ഇമേജസ് ആണ്. മനുഷ്യർ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്, പിന്നെ കാളകളുടെ സഹായത്തോടെ, കുതിരകളുടെ സഹായത്തോടെ ഒക്കെ കൊണ്ടുപോകുന്ന ചിത്രമാണ് തന്നിട്ടുള്ളത് കേട്ടോ. വാട്ട് ഒബ്സർവേഷൻസ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം ദിസ്? ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? വീൽഡ് കാർട്ട്സ് വെർ പുൾഡ് ബൈ ഹ്യൂമൻ. ചക്രമുള്ള വണ്ടികളെല്ലാം എന്താണ്? മനുഷ്യർ വലിച്ചു കൊണ്ടുപോയിരുന്നു. വീൽഡ് കാർട്ട്സ് വെർ പുൾഡ് യൂസിങ് ആനിമൽസ്. ചക്രമുള്ള വാഹനങ്ങൾ മൃഗങ്ങളെ കൊണ്ട് വലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹ്യൂമൻസ് ട്രാവൽഡ് ഇൻ വീൽഡ് കാർട്ട്സ്. ഇതുപോലെയുള്ള വാഹനങ്ങളിൽ മനുഷ്യർ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. വീൽഡ് കാർട്ട്സ് യൂസ്ഡ് ടു ട്രാൻസ്പോർട്ട് പീപ്പിൾ ആസ് വെൽ ആസ് ഗുഡ്. ആളുകളെ കൊണ്ടുപോകുന്ന
കൊണ്ടുപോകുന്നതിനും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും ഇതുപോലെ ചക്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ചസ് ഡിഡ് ദ ഡിസ്കവറി ഓഫ് വീൽസ് ബ്രിങ് അബൌട്ട് ഇൻ ഹ്യൂമൻ ലൈഫ്? ചക്രങ്ങളുടെ കണ്ടുപിടുത്തം മനുഷ്യ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. എന്തൊക്കെയാണ്? ട്രാവൽ ഹാസ് ബിക്കം ഫാസ്റ്റർ, യാത്ര കുറച്ചുകൂടെ ഫാസ്റ്റർ ആക്കി, എളുപ്പമാക്കി. ക്യാൻ ട്രാവൽ ലോങ്ങർ ഡിസ്റ്റൻസ്, കൂടുതൽ ലോങ്ങർ ആയിട്ടുള്ള ഡിസ്റ്റൻസ്, ദൂരം കൂടുതലാണെങ്കിൽ പോലും യാത്ര ചെയ്യാൻ സാധിച്ചിരുന്നു. റെഡ്യൂസ്ഡ് വർക്ക് ലോഡ്, അധ്വാന ഭാരം കുറച്ചു. വെയ്റ്റ് ലിഫ്റ്റിംഗ് മേഡ് ഈസി, ഭാരമുള്ളത് എടുക്കുന്നത് എന്താക്കി? ഈസി ആക്കി, എളുപ്പമാക്കി. ക്യാൻ ക്യാരി മോർ ഗുഡ്സ്, കൂടുതൽ ചരക്കുകൾ കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, മേക്ക് നോട്ട് ഓഫ് ദ ട്രാൻസ്പോർട്ടേഷൻ പ്രോഗ്രസ് ഫ്രം ദ വീൽ ടു ദ വെഹിക്കിൾ. ചക്രങ്ങളിൽ നിന്ന് വാഹനങ്ങളിലേക്കുള്ള പ്രോഗ്രസ്, പുരോഗതി എങ്ങനെയൊക്കെയായിരുന്നു എന്ന് ഇതിനെക്കുറിച്ച് നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോ പോയിന്റ് വൈസ് നോക്കാം. Earlier, both human pulled and animal pulled carts were used for various purposes of transportation. ആദ്യകാലങ്ങളിൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് മനുഷ്യർ വലിക്കുന്നതും മൃഗങ്ങൾ വലിക്കുന്നതുമായിട്ടുള്ള കാർട്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സച്ച് വീൽഡ് കാർട്സ് വെർ യൂസ്ഡ് ടു ട്രാൻസ്പോർട്ട് ഗുഡ്സ് ആൻഡ് ഫോർ മൂവിങ് ഹ്യൂമൻസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇതുപോലെയുള്ള വീൽഡ് കാർട്സ്, ചക്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങൾ എന്തിനൊക്കെ വേറെ യൂസ് ചെയ്തു? ചരക്കുകൾ കൊണ്ടുപോകാനും അതുപോലെ മനുഷ്യരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും യൂസ് ചെയ്തു. ലേറ്റർ ഫ്യൂവൽ പവേർഡ് മെഷീൻസ് വെർ ഇൻവെൻറ്റഡ്. അതിനുശേഷം ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മെഷീനുകൾ കണ്ടുപിടിച്ചു. വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ് മെക്കാനൈസ്ഡ് വെഹിക്കിൾ ദർ ഹാവ് ബീൻ ബിഗ് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഇതുപോലെ ഇന്ധനം പ്രവർത്തിച്ചിട്ടുള്ള മെഷീനുകളുടെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ട് നമുക്ക് വലിയൊരു മാറ്റം തന്നെ ട്രാൻസ്പോർട്ടേഷനിൽ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. ഗ്രാജുവലി, പതുക്കെ, ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് കെയിം ഇൻ ടു പ്രാക്ടീസ് ടു മൂവ് ഗുഡ്സ് ആൻഡ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. പതുക്കെ എന്തായി? മനുഷ്യരെയും ചരക്കുകളെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള വ്യത്യസ്തമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി. അടുത്ത ചോദ്യം നോക്കൂ. വാട്ട് ആർ ദ മേജർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ? ട്രാൻസ്പോർട്ടേഷൻ്റെ മൂന്ന് മൂന്ന് രീതികൾ എന്തൊക്കെയാണ്? ഒന്ന് ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ, അതായത് ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ കരമാർഗം. പിന്നെ വാട്ടർ ട്രാൻസ്പോർട്ട്, വെള്ളത്തിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ. 3 എയർ ട്രാൻസ്പോർട്ട്, വായുവിലൂടെ അതായത് ആകാശത്തിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ. ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദ മേജർ മോഡ്സ് ഓഫ് ലാൻഡ് ട്രാൻസ്പോർട്ട്? കര വഴിയുള്ള ഗതാഗതത്തിനുള്ള 2 രീതികൾ ഏതൊക്കെയാണ്? റോഡ് ട്രാൻസ്പോർട്ടും റെയിൽ ട്രാൻസ്പോർട്ടും. റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതവുമാണ് കരമാർഗമുള്ള ഗതാഗത മാർഗ്ഗങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മേജർ മോഡ്സ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്? വെള്ളത്തിലൂടെയുള്ള ട്രാൻസ്പോർട്ടിന് എന്തൊക്കെയാണ് 2 രീതികൾ ഏതൊക്കെയാണ്? ഒന്ന് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടാണ്, 2 മെറിടൈം ട്രാൻസ്പോർട്ടാണ്. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ ഉൾനാടൻ ജലഗതാഗതം. മാരിടൈം ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ കടൽ അല്ലെങ്കിൽ സമുദ്രത്തിലൂടെയുള്ള ഗതാഗതം. എയർ ട്രാൻസ്പോർട്ടിന്റെ 2 രീതികൾ ഏതൊക്കെയാണ്? നാഷണൽ എയർവേസും ഇന്റർനാഷണൽ എയർവേസും. നാഷണൽ എയർവേസ് എന്ന് വെച്ചാൽ ദേശീയ തലത്തിലുള്ള വ്യോമഗതാഗതവും ഇന്റർനാഷണൽ എയർവേസ് എന്ന് വെച്ചാൽ അന്തർദേശീയ തലത്തിലുള്ള വ്യോമഗതാഗതവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഇമേജസ് ഗിവൺ ബിലോ റിഗാർഡിംഗ് ദ ഫോർമേഷൻ ഓഫ് റോഡ്സ്. വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ്? നമുക്ക് താഴെ ആദ്യകാലത്തുള്ള റോഡ് ഗതാഗത മാർഗത്തിലൂടെയുള്ള ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത്. വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ്? അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? സിംഗിൾ ട്രാക്ക് പാത്ത്സ്, ഒറ്റയടി പാതയാണ് അല്ലേ. ആൻഡ് മഡ് പാത്ത്, മണ്ണ് ഉപയോഗിച്ചിട്ടുള്ള വഴികളാണ്. വെർ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ഏൻഷ്യൻ ടൈംസ്, അങ്ങനെയുള്ള വഴികളായിരുന്നു പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഓവർ ദ പാസേജ് ഓഫ് ടൈം സ്റ്റോൺ പേവ്ഡ് പാത്ത്സ്, കോൺക്രീറ്റ് റോഡ്സ് ആൻഡ് ടാർഡ് റോഡ്സ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. അങ്ങനെ കാലങ്ങൾ കടന്നു പോകുമ്പോൾ കല്ലുകൾ പതിപ്പിച്ചതും അതുപോലെ കോൺക്രീറ്റ് ചെയ്തതും അവസാനമായി ടാർ പതിപ്പിച്ചതുമായിട്ടുള്ള റോഡുകൾ നിലവിൽ വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മേജർ റോഡ്സ് ഇൻ അവർ കൺട്രി? നമ്മുടെ രാജ്യത്തുള്ള പ്രധാന റോഡ് മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? റൂറൽ റോഡ്സ്, അതായത് പ്രാദേശിക പാതകൾ. സ്റ്റേറ്റ് ഹൈവേസ്, സംസ്ഥാന തലത്തിലുള്ള ഹൈവേകൾ. നാഷണൽ ഹൈവേസ്, ദേശീയ തലത്തിലുള്ള ഹൈവേകൾ. പിന്നെ എക്സ്പ്രസ് ഹൈവേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി ഹാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ്? ലോകത്തിലെ രണ്ടാമത്തെ ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക് ഉള്ള കൺട്രി ഏതാണ്? രാജ്യം ഏതാണ് മക്കളെ? ഇന്ത്യയാണ്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഷോവിംഗ് ദ എവല്യൂഷൻ ഓഫ് വീൽസ്. ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ നോട്ട്സ് റിഗാർഡിംഗ് ദ ചേഞ്ചസ് ഇൻ റോഡ് ട്രാൻസ്പോർട്ട്. നമുക്ക് ചിത്രത്തിൽ
ചക്രങ്ങൾ ഉപയോഗിച്ചുള്ള വാഹനങ്ങളുടെ എവല്യൂഷനാണ് തന്നിട്ടുള്ളത്. ഈ ചിത്രം എന്ത് ചെയ്യുക, പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനെക്കുറിച്ച്? റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച്, ചേഞ്ചസിനെ കുറിച്ച്. എന്തൊക്കെയാണ് മക്കളെ? നമുക്ക് ഓരോ ചിത്രങ്ങളായിട്ട് നോക്കാം. ആദ്യത്തെ ചിത്രത്തിൽ എന്താണ്? ഇൻ ദ ഏർലി ഡേയ്സ് ഹ്യൂമൻസ് പുൾഡ് വെഹിക്കിൾ, ആളുകൾ വലിച്ചു കൊണ്ടുപോകുന്ന വാഹനങ്ങളായിരുന്നു. ലേറ്റർ ആനിമൽ പുൾഡ് വെഹിക്കിൾ സ്റ്റാർട്ടഡ് ടു ബി യൂസ്ഡ്. രണ്ടാമതായിട്ട് മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്ന വാഹനങ്ങളിലേക്ക് എത്തി. പിന്നെ യൂസ് ഓഫ് ബൈസിക്കിൾ വിച്ച് റിക്വയർ ഹ്യൂമൻ എഫേർട്ട്. പിന്നെ സൈക്കിൾ കണ്ടുപിടിച്ചു. പക്ഷെ അതിനും എന്ത് ആവശ്യമായിരുന്നു? ഹ്യൂമൻ എഫേർട്ട്, മനുഷ്യാധ്വാനം ആവശ്യമായിരുന്നു. യൂസ് ഓഫ് വെഹിക്കിൾസ് ലൈക്ക് സ്കൂട്ടേഴ്സ്, ടു വീലേഴ്സ്, ഓട്ടോറിക്ഷാസ്, കാർ എക്സെട്ര. അങ്ങനെ അവസാനം എന്ത് ചെയ്തു? സ്കൂട്ടേഴ്സ്, 2 ചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും കാറുകളും ഒക്കെ കണ്ടുപിടിച്ചു. വെഹിക്കിൾസ് യൂസ്ഡ് ഫോർ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. വാഹനങ്ങൾ നമ്മളുടെ ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. വെഹിക്കിൾസ് ദാറ്റ് ആർ പാർട്ട് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട്. പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് വാഹനങ്ങൾ മാറി. അതായത് നമ്മളുടെ ഒരു കൂട്ടം ജനങ്ങളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളെയാണ് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുക. ലൈക്ക് ബസ്, ട്രെയിൻ. ഓക്കെ. Along with the development of vehicles came the improvement in travel routes. വാഹനങ്ങളുടെ കണ്ടുപിടുത്തത്തോടൊപ്പം തന്നെ എന്തുണ്ടായി? നമ്മളുടെ ഗതാഗത മാർഗ്ഗങ്ങൾ, ഗതാഗത വഴികളെല്ലാം വികസനം പ്രാപിക്കാനും തുടങ്ങി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്? റോഡ് ഗതാഗതത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്, ചിലവ് കുറവാണ്. ആക്സസിബിൾ ടു ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ, എല്ലാ തരത്തിലുള്ള ആളുകൾക്കും എന്താണ് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. കൺവീനിയൻ്റ് ആണ്, അതായത് ചെറിയ ദൂരത്തിൽ പോലും നമുക്ക് റോഡ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. മൾട്ടിപർപ്പസ് സർവീസസ്, അതുപോലെ മൾട്ടിപർപ്പസ് സർവീസസ് ഉണ്ട്, ഒന്നിലധികം സർവീസസ് ചെയ്യാനായിട്ട് പറ്റും. ആക്സസ് ടു ഇൻറ്റീരിയർ ഏരിയാസ്, നമുക്ക് ഉൾനാടൻ ഭാഗങ്ങളിലേക്കുള്ള യാത്രകൾക്കൊക്കെ വളരെ സുഖപ്രദമാണ്. വിച്ച് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ലാൻഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം? ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള ലാൻഡിലെ കരഗതാഗത മാർഗം ഏതാണ്? റെയിൽ ട്രാൻസ്പോർട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ദ റെയിൽവേ സിസ്റ്റം സ്റ്റാർട്ട്? റെയിൽവേ സിസ്റ്റം എവിടെയാണ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ എവിടെയാണ് തുടങ്ങിയത്? ബ്രിട്ടനിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ഡിഡ് ജോർജ് സ്റ്റീഫൻസൺ ബിൽഡ് ദ ഫസ്റ്റ് ലോക്കോമോട്ടീവ് ട്രെയിൻ എഞ്ചിൻ ഇൻ ബ്രിട്ടൻ? ബ്രിട്ടനിൽ വെച്ചിട്ട് ആദ്യത്തെ ലോക്കോമോട്ടീവ് ട്രെയിൻ എഞ്ചിൻ ഉണ്ടാക്കിയിട്ടുള്ളത് ജോർജ് സ്റ്റീഫൻസൺ ആണ്. അദ്ദേഹം ഏത് വർഷമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്? 1825. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് മേക്സ് റെയിൽ ട്രാൻസ്പോർട്ട് ഡിഫറെൻറ്റ് ഫ്രം അതർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്? മറ്റ് ഗതാഗത മാർഗ്ഗങ്ങളെ അപേക്ഷിച്ച് റെയിൽ ട്രാൻസ്പോർട്ട്, റെയിൽവേ ഗതാഗതത്തിനുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്? സ്പീഡ്, വേഗത കൂടുതലാണല്ലേ. പിന്നെ ഇൻവോൾവ് മോർ പീപ്പിൾ, ഒരുപാട് ആളുകളെ നമുക്കതിൽ കൊള്ളിക്കാനായിട്ട് സാധിക്കും. മെട്രോ റെയിൽ സിസ്റ്റം ഡസ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് റോഡ് ട്രാഫിക്. മെട്രോ റെയിൽ സിസ്റ്റത്തിന് എന്തില്ല? ട്രാഫിക് കൺജഷൻ ഒന്നും ഇല്ല. വിച്ച് വാസ് ദ ഫസ്റ്റ് റെയിൽവേ ലൈൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈന് ഏതാണ്? മുംബൈ ടു താനെയാണ്. ഇൻ 1853 ഇത് എന്ത് ചെയ്തിട്ടുള്ളത്? സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കൂ, വിച്ച് വാസ് ദ ഫസ്റ്റ് റെയിൽവേ ലൈൻ ഇൻ കേരള? കേരളത്തിലുള്ള ആദ്യത്തെ റെയിൽവേ ലൈന് ഏതാണ്? ബേപ്പൂർ ടു തിരൂരാണ്. ഇൻ 1861 ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പേജ് നമ്പർ 118 കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രെയിൻസ് ഓഫ് ഡിഫറെൻറ്റ് ഏരിയാസ്. നമുക്ക് ട്രെയിനിൻ്റെ എവല്യൂഷനെ കുറിച്ച് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് അതിൻ്റെ ഗ്രോത്തിനെ കുറിച്ചിട്ടുള്ള നമുക്ക് തന്നിട്ടുണ്ട്, പിക്ചറൈസേഷൻ തന്നിട്ടുണ്ട്. അത് കണ്ടിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോന്ന് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് ദ ട്രെയിൻ ക്യാരിയിങ് കോൾ, കൽക്കരി കൊണ്ടുപോകുന്ന ട്രെയിനാണ്. സെക്കൻഡ്, എ ക്യാരേജ് പുൾഡ് ബൈ ഹോഴ്സസ് എലോങ് എ സ്പെഷ്യൽ ട്രാക്ക്, ഒരു പ്രത്യേകമായിട്ടുള്ള ട്രാക്കിലൂടെ കുതിരകൾ വലിച്ചു കൊണ്ടുപോകുന്ന ക്യാരേജാണ് ചിത്രം തന്നിട്ടുള്ളത്. തേർഡ്, കോൾ ട്രെയിൻസ് ആർ യൂസ്ഡ് ഫോർ, എന്തിനാണ് നമ്മൾ കൽക്കരി ഉപയോഗിച്ചുള്ള ട്രെയിനുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ഫോർത്ത് വൺ, ഡീസൽ ട്രെയിനാണ് നാലാമത്തെ പിക്ചറിലുള്ളത്. അഞ്ചാമത്തെ പിക്ചർ ഇലക്ട്രിക് ട്രെയിനാണ്. ആറാമത്തെ പിക്ചർ ബുള്ളറ്റ് ട്രെയിനാണ്. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് റെയിൽ ട്രാൻസ്പോർട്ട്? റെയിൽ ട്രാൻസ്പോർട്ടിൻ്റെ അഡ്വാൻറ്റേജസ്, മേന്മകൾ എന്തൊക്കെയാണ്? ഒന്ന്, ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ക്യാരി മോർ പീപ്പിൾ, ഒരുപാട് ആളുകളെ കൊണ്ടുപോകാൻ പറ്റുന്ന ചിലവ് കുറഞ്ഞ ഒരു സംവിധാനമാണ് റെയിൽ ട്രാൻസ്പോർട്ട്. 2, ഹെൽപ്സ് ടു മൂവ് ബൾക്ക് എമൗണ്ട് ഓഫ് ഗുഡ്സ്, കൂടുതൽ ചരക്കുകൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. 3, പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഗ്രോത്ത് ഓഫ് എക്കണോമിക് സിസ്റ്റം, നമ്മളുടെ സാമ്പത്തിക മേഖലയിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. 4, ഹെൽപ്പിംഗ് ദ അഗ്രികൾച്ചർ സെക്ടർ ബൈ എക്സ്പാൻഡിങ് അഗ്രികൾച്ചറൽ മാർക്കറ്റ്സ്, ട്രെയിൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രാവലിംഗ് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അഗ്രികൾച്ചറൽ മാർക്കറ്റ്സിൻ്റെ പോസിബിലിറ്റി കൂടി വരുന്നു. 5, ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ്, വ്യാപാരത്തിൻ്റെ സാധ്യത കൂടുന്നു. ഇൻക്രീസിങ് ദ മൊബിലിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്,
മനുഷ്യ വിഭവശേഷി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ ഡിസ്ട്രിക്ട് വേർ ദർ ഈസ് നോ റെയിൽ ട്രാൻസ്പോർട്ട് ഇൻ കേരള. കേരളത്തിൽ റെയിൽ ട്രാൻസ്പോർട്ട് ഇല്ലാത്ത 2 ജില്ലകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 2 ഡിസ്ട്രിക്ട്സ് ആണുള്ളത്, ഇടുക്കിയും വയനാടും. ഇടുക്കിയിലും വയനാട്ടിലും റെയിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇല്ല. അടുത്ത ചോദ്യം നോക്കൂ. ഫോർ വാട്ട് പർപ്പസസ് ഡു ഹ്യൂമൻസ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ടർ ട്രാൻസ്പോർട്ട്? ആളുകൾ വാട്ടർ ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്? നമ്പർ 1 ട്രാവൽ, യാത്രയ്ക്ക് വേണ്ടിയിട്ട്. 2 ടു ട്രാൻസ്പോർട്ട് ഗുഡ്സ്, ചരക്കുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. 3 ഫോർ കോമ്പറ്റീഷൻ, മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് വള്ളംകളിയൊക്കെ അല്ലേ അതുപോലെ. 4 ഫോർ ടൂറിസം, വിനോദസഞ്ചാരങ്ങൾക്ക് വേണ്ടിയിട്ട്. 5 ഫോർ ഫിഷിംഗ്, മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട്. അടുത്ത ചോദ്യം, വാട്ട് കുഡ് ഹാവ് ബീൻ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ഹ്യൂമൻസ് ടു ഡിസ്കവർ ദ മോഡ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്? ആളുകളെ ജലഗതാഗതത്തിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? The situations in which humans and animals were not able to cross water bodies might have led to the concept of water transport. ആളുകൾക്കും മൃഗങ്ങൾക്കും വെള്ളം മുറിച്ച് കടക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലാണ് അവർ ഇതുപോലെ വാട്ടർ ട്രാൻസ്പോർട്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക. ചോദ്യം, വാട്ട് ഡിഡ് ഏർലി ഹ്യൂമൻസ് യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ? ആദ്യത്തെ കാലത്തൊക്കെ ആളുകൾ വാട്ടർ ട്രാൻസ്പോർട്ടേഷന് എന്തൊക്കെ മാർഗങ്ങളായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക? ഹ്യൂമൻസ് ഹു യൂസ്ഡ് റാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ആദ്യം അവർ ചങ്ങാടങ്ങളും അതുപോലെ ഒറ്റത്തടി മരങ്ങളൊക്കെ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക. പിന്നെ മെയ്ഡ് കാനോസ് ബൈ ഫോളോയിങ് ഔട്ട് ദ പിറ്റ് ഓഫ് ലോഗ്സ് ബൈ ബേണിംഗ് ദം. പിന്നീട് വലിയ മരങ്ങളുടെ നടുഭാഗം എന്ത് ചെയ്തു? തീയിട്ടിട്ട് കരിച്ച് അവിടെ പൊള്ളയാക്കിയിട്ട് അത് തോണി പോലെയാക്കിയിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ലേറ്റർ ദ ഇൻവെൻഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ടൂൾസ് മെയ്ഡ് കാനോ മേക്കിംഗ് ഈസി. അങ്ങനെ പിന്നീട് കുറച്ച് ടൂൾസ്, നമ്മൾ ആയുധങ്ങളൊക്കെ കണ്ടുപിടിച്ചപ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ തോണികൾ ഉണ്ടാക്കി. ഗ്രാജുവലി വേരിയസ് ടൈപ്സ് ഓഫ് ബോട്ട്സ് ആൻഡ് സെയിലിംഗ് ഷിപ്സ് വർ ബിൽറ്റ്. പതുക്കെ നല്ല രീതിയിലുള്ള തോണികളും പായ്ക്കപ്പലുകളും ബോട്ടുകളും ഒക്കെ മനുഷ്യർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേക്ക് നോട്ട്സ് ഓൺ വേരിയസ് മോഡ്സ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. വ്യത്യസ്ത രീതിയിലുള്ള വാട്ടർ ട്രാൻസ്പോർട്ടും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും പ്രത്യേകതകളും എന്താണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾ കുറച്ച് നോട്ട്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ടർ ട്രാൻസ്പോർട്ട് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2. വാട്ടർ ട്രാൻസ്പോർട്ട് നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടും മാരിടൈം വാട്ടർ ട്രാൻസ്പോർട്ടും. അതായത് ഉൾനാടൻ ജലഗതാഗതവും പിന്നെ കടൽ സമുദ്രം വഴിയുള്ള ജലഗതാഗതവും. നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്. എന്താണ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്? ബിഫോർ ദ അഡ്വെൻറ്റ് ഓഫ് റെയിൽവേസ്, ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് വാസ് ദ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ. റെയിൽവേകൾ ഇന്ത്യയിൽ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇന്ത്യയിലുള്ള ഏറ്റവും നല്ല ഗതാഗത മാർഗം എന്തായിരുന്നു? ഉൾനാടൻ ജലഗതാഗതമായിരുന്നു. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡെവലപ്ഡ് ഇൻ ഏരിയാസ് വേർ ദർ വർ പ്ലെൻറ്റി ഓഫ് റിവേഴ്സ് ആൻഡ് ബാക്ക് വാട്ടേഴ്സ്. ഒരുപാട് അരുവികളും തടാകങ്ങളും ഒക്കെയുള്ള സ്ഥലത്തായിരുന്നു ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് അധികമായിട്ടും ഉണ്ടായിരുന്നത്. ലേറ്റർ കനാൽസ് വെർ കൺസ്ട്രക്റ്റഡ് ഫോർ ദിസ് പേർപ്പസ്. അതിനുശേഷം ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി? കനാലുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഇനി അടുത്തത് മാരിടൈം ട്രാൻസ്പോർട്ടാണ്, അതായത് സമുദ്ര ഗതാഗതത്തെക്കുറിച്ചാണ്. ഇൻ ദ പാസ്റ്റ്, ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് ആൻഡ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് വർ മോസ്റ്റ്ലി ഡിപ്പെൻഡ് ഓൺ മാരിടൈം ട്രാൻസ്പോർട്ട്. ആദ്യകാലങ്ങളിലൊക്കെ അന്തർദേശീയ തലത്തിൽ നമ്മൾ ചരക്കുകൾ, അതായത് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ചരക്കുകൾ കയറ്റി അയക്കുന്നതിനൊക്കെ നമ്മൾ മാരിടൈം ട്രാൻസ്പോർട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതായത് സമുദ്രം വഴിയായിരുന്നു സമുദ്രത്തിലൂടെ കപ്പലുകൾ വഴിയായിരുന്നു നമ്മൾ വലിയ അളവിലുള്ള ചരക്കുകളൊക്കെ കൊണ്ടുപോയിരുന്നത്. മാരിടൈം ട്രാൻസ്പോർട്ട് ഈസ് പോസിബിൾ ത്രൂ കോസ്റ്റൽ വാട്ടർവേസ് ആൻഡ് ഇന്റർനാഷണൽ വാട്ടർവേസ്. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്? ജലഗതാഗതത്തിനുള്ള മേന്മകൾ എന്തൊക്കെയാണ്? റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്, ചെലവ് കുറവാണ്. എ ലോ ലെവൽ ഓഫ് പൊല്യൂഷൻ, മലിനീകരണം കുറവാണ്. കാർഗോ കപ്പാസിറ്റി, വലിയ ചരക്കുകൾ കൊണ്ടുപോകാനുള്ള ശേഷി. ഫോറിൻ ട്രേഡ്, വിദേശ വ്യാപാരങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദ മേജർ കനാൽസ് കൺസ്ട്രക്റ്റഡ് ഇൻ കേരള? കേരളയിൽ നിർമ്മിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കനാലുകൾ ഏതൊക്കെയാണ്? 2 ആണുള്ളത്. കനോലി കനാലും പാർവതി പുത്തനാറും. അടുത്ത ചോദ്യം, വിച്ച് ഡിസ്ട്രിക്റ്റ് ഈസ് നോൺ ആസ് ദ വെനീസ് ഓഫ് ദ ഈസ്റ്റ്? ഈസ്റ്റിലെ വെനീസ് എന്നറിയപ്പെടുന്ന ഡിസ്ട്രിക്റ്റ് ഏതാണ് മക്കളെ? ആലപ്പുഴയാണ്. എ പോർട്ട് ഈസ് എ പ്ലേസ് വേർ എ ഷിപ്പ് ഡോക്സ് ഓൺ ദ സീ ഷോർ. പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഹാർബർ ആണല്ലേ. നമ്മളുടെ ഷിപ്പൊക്കെ പ്ലേസ് ചെയ്യുന്ന ഹാർബറാണ് നമ്മൾ പോർട്ട് എന്ന് പറയാം. വിച്ച് ആർ ദ മേജർ പോർട്ട്സ് ഇൻ കേരള? കേരളത്തിലുള്ള പ്രധാനപ്പെട്ട പോർട്ടുകൾ ഏതൊക്കെയാണെന്നാണ്? 2 ആണുള്ളത്. വിഴിഞ്ഞം പോർട്ട് തിരുവനന്തപുരത്തുള്ളത്, പിന്നെ എറണാകുളത്തുള്ള കൊച്ചി പോർട്ട്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വാട്ടർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ആർ യു ഫെമിലർ വിത്ത്? നിങ്ങൾക്കറിയാവുന്ന വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വെഹിക്കിൾസ് ഏതൊക്കെയാണ്? വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയുണ്ട് മക്കളെ? ബോട്ടുണ്ട്, ഫിഷിംഗ് ബോട്ടുണ്ട്, കാനോ ബോട്ടുണ്ട്, ഫെറി ബോട്ടുണ്ട്, സ്പീഡ് ബോട്ടുണ്ട്, ഹൗസ് ബോട്ടുണ്ട്, പിന്നെ ഷിപ്പുണ്ട്, സെയിൽ ഷിപ്പുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് എഴുതാം. അടുത്ത ചോദ്യം, വാട്ട് വാസ് ദ ഫസ്റ്റ് എയർ വെഹിക്കിൾ യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ഫോർ ഏരിയൽ ട്രാവൽ? നമ്മൾ ആകാശത്തിലൂടെ പറക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് മനുഷ്യർ ഉപയോഗിച്ച വെഹിക്കിൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബലൂൺസ് ഫിൽഡ് വിത്ത് ഹോട്ട് എയർ. ഏതൊക്കെയാണ്? നല്ല ഹോട്ട് എയർ, ചൂടുള്ള വാതകം നിറച്ചിട്ടുള്ള ബലൂൺസ്. എയർഷിപ്സ് വെർ ബിൽറ്റ് ബൈ ഫില്ലിംഗ് ലാർജ് ബലൂൺസ് വിത്ത് ഗ്യാസസ് ഓഫ് ലോ ഡെൻസിറ്റി. വലിയ ബലൂണുകളിൽ ഡെൻസിറ്റി കുറഞ്ഞ, സാന്ദ്രത കുറഞ്ഞ ഗ്യാസസ് നിറച്ചിട്ട് ഉണ്ടാക്കുന്ന ബലൂണുകൾ. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള പാരച്യൂട്ടുകൾ. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ടുഡേയ്സ് എയ്റോപ്ലെയിൻ വാസ് ബിൽറ്റ് ബൈ ഹൂം? ഇന്ന് കാണുന്ന രീതിയിലുള്ള എയ്റോപ്ലെയിൻസിൻ്റെ ആദ്യ മോഡൽ ഉണ്ടാക്കിയത് ആരാണ്? ദ അമേരിക്കൻ ബ്രദേഴ്സ്, ഓർവില്ലെ റൈറ്റ് ആൻഡ് വിൽബർ റൈറ്റ്. റൈറ്റ് ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന ഓർവില്ലെ റൈറ്റും വിൽബർ റൈറ്റുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദ നെയിം ഓഫ് ദ പ്ലെയിൻ ദ റൈറ്റ് ബ്രദേഴ്സ് ബിൽറ്റ് വാസ് ഡാഷ്. റൈറ്റ് ബ്രദേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള പ്ലെയിനിന്, മോഡൽ പ്ലെയിനിൻ്റെ എന്തായിരുന്നു പേര്? ഫ്ലെയർ 1 എന്നായിരുന്നു. വെൻ ഡിഡ് ദ ഫ്ലെയർ 1 ടേക്ക് ഓഫ്? ഫ്ലെയർ 1 ടേക്ക് ഓഫ് ചെയ്ത ഡേറ്റ് ഏതായിരുന്നു? ഓൺ December 17, 1903 ഫ്രം ദ നോർത്ത് കരോളിന USA. USA നോർത്ത് കരോളിനയിൽ നിന്ന് December 17, 1903 December 17 ലോഞ്ച് ചെയ്തത്, ടേക്ക് ഓഫ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്സ് ഓഫ് എയർക്രാഫ്റ്റ് ആർ യൂസ്ഡ് ടുഡേ? ഇന്ന് യൂസ് ചെയ്യുന്ന എയർക്രാഫ്റ്റുകൾ ഏതൊക്കെയാണ്? ഹെലികോപ്റ്റർ, ജെറ്റ് പ്ലെയിൻ, പാസഞ്ചർ പ്ലെയിൻസ് ആൻഡ് സൂപ്പർസോണിക് എയർക്രാഫ്റ്റ്. വിച്ച് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻ പ്രസൻറ്റ്? ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് മെത്തേഡ് ഏതാണ്? എയർ ട്രാൻസ്പോർട്ടാണ് അല്ലേ? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് എയർ ട്രാൻസ്പോർട്ട്? എയർ ട്രാൻസ്പോർട്ടിൻ്റെ അഡ്വാൻറ്റേജസ്, മേന്മകൾ എന്തൊക്കെയാണ്? ആദ്യത്തേത് ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ഏറ്റവും വേഗതയേറിയ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡാണ് എയർ ട്രാൻസ്പോർട്ട്. സെക്കൻഡ്, കണക്ട് കൺട്രീസ് ഓഫ് ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് മേക്ക് ദ എർത്ത് എ ഗ്ലോബൽ വില്ലേജ്. വ്യത്യസ്ത കോണ്ടിനെൻറ്റ്സിലുള്ള, വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലുള്ള വിവിധ തരത്തിലുള്ള രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. യൂസ്ഡ് ഫോർ നാഷണൽ ഡിഫൻസ് സർവീസസ്. രാജ്യത്തിൻ്റെ ഡിഫൻസ് സർവീസസിന് യൂസ് ചെയ്യുന്നു. അതായത് പ്രതിരോധ മാർഗത്തിന്, വാറൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എയർ ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ യൂസ്ഡ് ആസ് ഇൻ ടൂറിസം മേഖലയിൽ യൂസ് ചെയ്യുന്നു. പിന്നെ എക്സ്പാൻഷൻ ഓഫ് ട്രേഡ്, വ്യാപാര മേഖലയുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് നമ്മൾ എയർ ട്രാൻസ്പോർട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. റെസ്ക്യൂ ഓപ്പറേഷൻസ് ഡ്യൂറിങ് നാച്ചുറൽ കലാമിറ്റീസ്. പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ റെസ്ക്യൂ ചെയ്യുന്നത്, രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എയർ ട്രാൻസ്പോർട്ട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പേജ് നമ്പർ 125 കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹാവൻറ്റ് യു നോട്ടീസ്ഡ് ദിസ് ന്യൂസ്? നമുക്ക് അവിടെ ന്യൂസ് റിപ്പോർട്ട് തന്നിട്ടുണ്ടല്ലേ. വൈ ഹാവ് ദ എംപ്ലോയീസ് ബീൻ അഡ്വൈസ്ഡ് ടു അവോയ്ഡ് പ്രൈവറ്റ് വെഹിക്കിൾസ് ആൻഡ് യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം? ഈ ന്യൂസ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് എംപ്ലോയീസിനോട് അവരുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് ഒക്കെ മാറ്റിയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ ട്രാവൽ ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ദ എയർ പൊല്യൂഷൻ ഇൻ ഡൽഹി ഈസ് ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് വെഹിക്കിൾസ്. ഡൽഹിയിലുള്ള എയർ പൊല്യൂഷന് കാരണം എന്താണ്? വാഹനപ്പെരുപ്പമാണ് അല്ലേ. സോ to reduce air pollution, the government has advised employees to avoid private vehicles and use the public transport system. അപ്പോൾ ഈ എയർ പൊല്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് പ്രൈവറ്റ് വെഹിക്കിൾസ് ഒഴിവാക്കിയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞത്. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ആൻ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് വെഹിക്കിൾസ്? വാഹനങ്ങൾ കൂടുന്നത് കൊണ്ടുള്ള കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? എയർ പൊല്യൂഷൻ, വായുമലിനീകരണം. നോയ്സ് പൊല്യൂഷൻ, ശബ്ദമലിനീകരണം. ഇൻക്രീസ്ഡ് ട്രാഫിക് കൺജഷൻ, ട്രാഫിക് ജാമ. ഹെൽത്ത് പ്രോബ്ലംസ്, ആരോഗ്യ പ്രശ്നങ്ങൾ. ഹൈ ട്രാഫിക് ആക്സിഡൻറ്റുകൾ, വാഹനങ്ങൾ കൂടുമ്പോൾ സ്വാഭാവികമായും ആക്സിഡൻറ്റുകളും കൂടും അല്ലേ. ലിമിറ്റഡ് പാർക്കിംഗ് സ്പേസ് റെഡ്യൂസസ് സേഫ്റ്റി ഫോർ പെഡസ്ട്രിയൻസ് ആൻഡ് ബൈസിക്ലിസ്റ്റ്. കാൽനട യാത്രക്കാർക്കും അതുപോലെ സൈക്കിളിൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെയുള്ള സേഫ്റ്റി കുറയും. ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ. വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? എന്താണ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഫ്രം വൺ പ്ലേസ് ഓർ വൺ പേഴ്സൺ ടു അനദർ പ്ലേസ് ഓർ പേഴ്സൺ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്കോ വിവരങ്ങൾ കൈമാറുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു വി കമ്മ്യൂണിക്കേറ്റ്? നമ്മൾ എങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്? ത്രൂ കോൺവേഴ്സേഷൻ, സംഭാഷണങ്ങളിലൂടെ. ത്രൂ റൈറ്റിംഗ്, എഴുത്തിലൂടെ. ഓവർ ദ ഫോൺ, മൊബൈൽ ഫോൺ വഴി. ത്രൂ ന്യൂസ്പേപ്പറിലൂടെ. ത്രൂ റേഡിയോ വഴി. ത്രൂ ടെലിവിഷൻ, TV വഴി. ത്രൂ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ വഴി.
How could one person communicate an idea to another at a time when there were no language, symbols or writing? ഭാഷയും അതുപോലെ അക്ഷരങ്ങളും എഴുത്തൊക്കെ രൂപപ്പെടുന്നതിന് മുന്നേ ആളുകൾ എങ്ങനെയാണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്? ത്രൂ ജസ്റ്റേഴ്സ്, ആംഗ്യങ്ങളിലൂടെ, ബൈ മേക്കിംഗ് സ്പെസിഫിക് സൗണ്ട്, പ്രത്യേക ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട്, ബോഡി ആൻഡ് ഫേഷ്യൽ മൂവ്മെൻറ്റ്സ്, ശരീരവും മുഖത്തിലുള്ള എക്സ്പ്രഷൻസ് വഴി, മൂവ്മെൻറ്റ്സ് വഴി, യൂസിങ് ഫയർ ആൻഡ് സ്മോക്ക്, തീയ് പുക ഒക്കെ ഉപയോഗിച്ചിട്ട്, യൂസിങ് സിംബൽസ്, ചിഹ്നങ്ങൾ ഉപയോഗിച്ച്, ത്രൂ ഡ്രോയിങ്, ചിത്രങ്ങളിലൂടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വേർ ദ ഫസ്റ്റ് ടു ഡെവലപ്പ് റൈറ്റിംഗ്സ്? എഴുത്ത് വിദ്യ കണ്ടുപിടിച്ചത് ആരാണ്? സുമേറിയൻസ് ആണ് റൈറ്റിംഗ്സ് കണ്ടുപിടിച്ചത്. വാട്ട് വാസ് ദ നെയിം ഓഫ് ദ സ്ക്രിപ്റ്റ് ഓഫ് സുമേറിയൻസ്? സുമേറിയക്കാർ കണ്ടുപിടിച്ച സ്ക്രിപ്റ്റ്, ലിപിയുടെ പേരെന്താണ്? ക്യൂണിഫോം ആണ്. നെയിം ദ സ്ക്രിപ്റ്റ് ഫോമൽ ലെറ്റർ ഇൻ ഈജിപ്ത്? ഈജിപ്തുകാർ കണ്ടുപിടിച്ച ലിപിയുടെ പേരെന്താണ്? എന്താണ് മക്കളെ? ഹൈറോഗ്ലിഫിക്സ് ആണ്. സ്ക്രിപ്റ്റ്സ് ആർ യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഇറാസ് ടു കൺവേ ന്യൂസ് ആൻഡ് മെസ്സേജസ്. നമ്മുടെ പല യുഗങ്ങളിലും ലിപികൾ അവരുടെ വാർത്തകളും അതുപോലെ സന്ദേശങ്ങളും ഒക്കെ കൈമാറുന്നതിനായിട്ട് കണ്ടുപിടിച്ചതാണ് ലിപികൾ. നമുക്ക് ലിപികളുടെ ഇമേജും പിന്നെ എവിടെയാണ് ഇവർ ഈ ലിപികൾ എഴുതിയിരുന്നതെന്നും ആ റൈറ്റിംഗ് ഡിവൈസിൻ്റെ പേരും അടങ്ങുന്ന ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യൂ. ആദ്യത്തേത് നോക്കൂ, സ്റ്റോണിൽ എഴുതിയിട്ടുള്ളതാണ്. അത് എഴുതാൻ ഉപയോഗിച്ചിരുന്നത് ഷാർപ്പ് സ്റ്റോൺസ് ആണ്, നല്ല മൂർച്ചയേറിയ ആയുധങ്ങൾ, കല്ലുകൾ. പിന്നെ രണ്ടാമത്തെ കോപ്പർ പ്ലേറ്റിലാണ് എഴുതിയ ലിപി, അത് എഴുതാൻ ഉപയോഗിച്ചത് മെറ്റൽ സ്റ്റൈലസ് ആണ്. മൂന്നാമത്തേത് പാം ലീവ്സ് ആണ്, താളിയോലകളായിരുന്നു. അത് എഴുതാൻ ഉപയോഗിച്ചിരുന്നത് സ്റ്റൈലസോ അല്ലെങ്കിൽ നാരായമോ ആയിരുന്നു. വാട്ട് ആർ ദ മീൻസ് യൂസ്ഡ് ടു കൺവേ ന്യൂസ് ആൻഡ് മെസ്സേജസ് നൗ ഡേയ്സ്? ഇന്നത്തെ കാലത്ത് നമ്മൾ നമ്മളുടെ സന്ദേശങ്ങളും അതുപോലെ ന്യൂസൊക്കെ കൈമാറാൻ ഉപയോഗിക്കുന്ന മീഡിയം എന്തൊക്കെയാണ്? ന്യൂസ് പേപ്പർ, ലെറ്റർ, ഫോൺ, ടെലിവിഷൻ, ഓൺലൈൻ സിസ്റ്റം, റേഡിയോ. ന്യൂസ് ആൻഡ് മെസ്സേജസ് ആർ എക്സ്ചേഞ്ച്ഡ് മെയിൻലി ഇൻ 2 ways. വാട്ട് ആർ ദേ? ന്യൂസുകളും മെസ്സേജസും ഒക്കെ നമ്മൾ ഇന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നത് 2 രീതിയിലാണ്. ഏതൊക്കെയാണത്? ഒന്ന് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്, അതായത് 2 വ്യക്തികൾ തമ്മിൽ കൈമാറുന്ന കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഒന്ന് മാസ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരുപാട് ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് രണ്ടിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജസ് ഓർ ഐഡിയാസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നടക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ദ ടൂൾസ് യൂസ്ഡ് ഫോർ ദ സെയിം ആർ കോൾഡ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസ്. ഇതിന് യൂസ് ചെയ്യുന്ന ടൂൾസിന് നമ്മൾ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് എന്നാണ് പറയുക. അതിന് എക്സാമ്പിൾസ് ആണ് ഇൻലാൻഡ്, ടെലഗ്രാഫ്, ടെലഫോണ്, ഫാക്സ് മെഷീന്, ഇൻ്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ ഫോൺ, ഇതൊക്കെ. രണ്ടാമത്തേത് മാസ് കമ്മ്യൂണിക്കേഷനാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ഡെലിവറി ഓഫ് എ മെസ്സേജ് ഓർ ഐഡിയ ടു എ ലാർജ് ചങ്ക് ഓഫ് പീപ്പിൾ. ഒരു വലിയ ജനസമൂഹത്തോട് ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. മാസ് മീഡിയ ആർ ദ മീഡിയ യൂസ്ഡ് ഫോർ ദിസ് പേർപ്പസ്. ഈ മാസ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന മീഡിയയെ നമ്മൾ മാസ് മീഡിയ എന്നാണ് പറയുക. എക്സാമ്പിൾ റേഡിയോ, ടെലിവിഷൻ, സെമിനാർ, പബ്ലിക് മീറ്റിംഗ്സ്, ന്യൂസ് പേപ്പേഴ്സ്, സ്ട്രീറ്റ് പ്ലേ. ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്താ മക്കളെ? ഒരു മീഡിയത്ത് ഒരാൾ പറയുന്നത് ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. പ്രധാനപ്പെട്ട പോയിന്റ്സ് അതുപോലെ ടെക്സ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസും ഇതൊക്കെയാണ് കേട്ടോ. ചെയ്തു തന്ന പ്രവർത്തനങ്ങളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ അത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാനും മറക്കരുത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്